കത്ത് വിവാദത്തിൽ മുഹമ്മദ് ഷെർഷാദിനെതിരെ നിയമ നടപടിയുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഷെർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചു. അപകീർത്തികരമായ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകൻ രാജഗോപാലൻ നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് ഹുസൈൻ അബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, 2022 പാർട്ടിക്ക് നൽകിയ കത്ത് അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സിപിഎം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അന്ന് നൽകിയ കത്തിലെ പരാമർശങ്ങളിലാണോ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്? ആ കത്ത് ഇപ്പോൾ വലിയ വാർത്തയായി പുറത്ത് വരുന്നു. എം.വി. ഗോവിന്ദന്റെ മകനാണ് ഇത് പുറത്തുവിട്ടത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. എം.വി. ഗോവിന്ദന്റെ മകൻ ഷ്യാം ഈ കത്ത് പുറത്തുവിട്ടു എന്ന തരത്തിലുള്ള ഒരു കത്ത് ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് ഷെർഷാദ് നൽകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി വലിയ വിവാദത്തിലേക്ക്, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇത് എം.വി. ഗോവിന്ദനോട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും അതിനകത്ത് കാര്യമായ പ്രതികരണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഒരു മാനനഷ്ട കേസ് നൽകണം എന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ആയിരിക്കണം. അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഇപ്പോൾ ഷെർഷാദിനൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ദിവ്യ. അതിനകത്ത് ഏറ്റവും പ്രധാനമായും പറയുന്നത് 3 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് പിൻവലിക്കണം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അത് പിൻവലിച്ച് സോഷ്യൽ മീഡിയയിലടക്കം നിങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി പിൻവലിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകും എന്നുള്ളതാണ് ആ വക്കീൽ നോട്ടീസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു PBക്ക് നൽകിയ ഒരു കത്ത് ചോർന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിസന്ധി പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനോ ജനറൽ സെക്രട്ടറി എം.എ. ബേബിയോ വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിന് പോയില്ല. കാരണം അങ്ങനെ ഒരു പ്രതികരണത്തിന് പോയി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലുതാക്കേണ്ടതില്ല എന്ന തീരുമാനം അസംബന്ധമായ വാർത്തയോട് പ്രതികരിക്കാനില്ല എന്നാണല്ലോ CPM നേതാക്കളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഈ വിവാദത്തിൽ നിന്ന് തടി തപ്പാമെന്നാണോ നേതൃത്വം കരുതുന്നത്? ഈ വിവാദം അത് പാർട്ടി നേതൃത്വം തുടർച്ചയായി ഇങ്ങനെ വാർത്ത വരുന്ന പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ പാർട്ടി നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസാണ് ഷെർഷാദിന് ചെന്നിട്ടുള്ളത് എങ്കിൽ വരും സമയങ്ങളിൽ കുറച്ച് വക്കീൽ നോട്ടീസ് കൂടെ ചെല്ലാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 22 പേജുള്ള ഷെർഷാദിന്റെ കത്തിൽ വിവിധ ആൾക്കാരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വിവിധ ആൾക്കാരുടെ പേര് ഉൾപ്പെട്ട പശ്ചാത്തലത്തിൽ അവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിവാദങ്ങളുടെ ഒരു തുടക്കം. ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പല വിഷയങ്ങൾ ഉയർന്നു വരുമെന്ന രാഷ്ട്രീയ ആരോപണം CPM നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ വിവാദങ്ങൾ പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അതിനെ നേരിടേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം. ഗോവിന്ദ മാഷിനോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫ്ലൈറ്റിലാണുള്ളത്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് ആ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകും. ഈ വക്കീൽ നോട്ടീസ് അയച്ചു അസംബന്ധമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച വിഷയത്തിൽ അത് അസംബന്ധമാണ് എന്ന് പറഞ്ഞ വാചകത്തിൽ ഊന്നിക്കൊണ്ട് ഈ പ്രസ്താവന ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് 3 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ നൽകിയ ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത്. ആ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്ന ആവശ്യം കൂടി എം.വി. ഗോവിന്ദൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.